10,630 വോട്ടുകൾക്കാണ് പൊന്നാനിയിൽ ഇപ്പോൾ അബ്ദുസ്സമദ് സമദാനി UDF ലീഗ് 50,000 കടന്നു ലീഡ് എന്നുള്ള വാർത്ത വരുന്നു. 52,890 വോട്ട് രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി 50,000 പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ 4 ലക്ഷം. ഇത്തവണ അത് മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യുന്നു. അത് വയനാടിന്റെ ഒരു പ്രത്യേകതയാണ്, വയനാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മുസ്ലിം ലീഗിന്റെ അടക്കം തട്ടകമാണ് വയനാട്. അതുകൊണ്ടൊക്കെയാണ് തീർച്ചയായും അത്തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ നിമിഷം ആരൊക്കെയാണ് മുന്നിൽ, എത്ര വോട്ടുകൾക്കാണ് മുന്നിൽ, ഇന്ത്യയിൽ കേരളത്തിൽ സ്ഥാനാർത്ഥികൾ കണക്ക്, പ്രമുഖർ കണക്ക്, ഈ കണക്കിൽ സ്ക്രീനിൽ നിളയുന്നത് തന്നെയാണ് നമുക്ക് പ്രാധാന്യം. ഏറ്റവും പ്രാധാന്യം ഏതാണ്ട് LDF 3 ഇടത്തേക്ക് ഉയരുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. മാവേലിക്കര, ആലത്തൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ശക്തന്റെ തട്ടകത്തിൽ UDF-നും അതോടൊപ്പം തന്നെ LDF-നും അവിടെ LDF-നെ വിറപ്പിച്ചുകൊണ്ട് അവിടെ NDA മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ തന്നെ UDF മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും 3 സീറ്റുകളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 10 സീറ്റുകളിൽ